ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യം. സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതിയ റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശുഭാൻശു ശുക്ലയ്ക്ക് അശോകചക്രം സമ്മാനിച്ചു. രാജ്യത്തിന്റെ സൈനിക കരുത്ത് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ച പരേഡിന് സാക്ഷിയായി കർത്തവ്യപഥിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും. അത്യാധുനിക ആയുധ സംവിധാനങ്ങളും ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനവും പ്രദർശിപ്പിച്ചു. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയ്ൻ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ഇരു നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ചർച്ചകളോടെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധങ്ങളിൽ പുതിയ അധ്യായത്തിന് തുടക്കമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിലും അത്യുത്സാഹപൂർവ്വം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ വികസിത കേരളത്തിന് സുപ്രധാന പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യം. രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡ് കർത്തവ്യപഥിൽ നടന്നു. ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധീര സൈനികർക്ക് ആദരമർപ്പിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും സേനാ മേധാവികളും പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു കർത്തവ്യപഥിൽ ദേശീയ പതാക നിവർത്തി. തുടർന്ന് നടന്ന പ്രൌഢഗംഭീരമായ പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ പരേഡിന് സാക്ഷിയായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്ര നേട്ടം കുറിച്ച ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയ്ക്ക് അശോകചക്ര പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിച്ചു. 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ എല്ലാ ഇന്ത്യൻ പൌരന്മാർക്കും ആശംസകൾ നേർന്നു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ കാലാതീതമായ ആദർശങ്ങളിൽ അടിയുറച്ച ഊർജ്ജസ്വല റിപ്പബ്ലിക്കായി ഇന്ത്യയെ ആഘോഷിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടി അചഞ്ചലമായ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാനും ദേശീയ ഐക്യം ഊട്ടിയുറപ്പിക്കാനും ദിനാഘോഷം ഓരോ പൌരനും പ്രചോദനമാകട്ടെയെന്നും ഉപരാഷ്ട്രപതി ആശംസിച്ചു. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയ്ൻ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവർ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. നാളെ ഇരുവരും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഒരു റിപ്പോർട്ട്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ നയതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ പുരോഗതി ലോകം ഉറ്റുനോക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കരാറാകും ഇന്ത്യയുമായി ഒപ്പുവയ്ക്കുക എന്ന് യൂറോപ്യൻ യൂണിയൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് ഉർസുല വോണ്ടർ ഇന്ത്യയുമായുള്ള കരാറിനെ വിശേഷിപ്പിച്ചത്. 200 കോടി ജനങ്ങളാകും കരാറിലൂടെ ഒന്നിച്ചുവരികയെന്ന് ഉർസുല ചൂണ്ടിക്കാട്ടി. ആഗോള വിതരണ ശൃംഖലയെ പുനർനിർമ്മിക്കാനും വ്യാപാര ബന്ധങ്ങളിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും ശേഷിയുള്ളതാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ ചരിത്രപരമായ ഉടമ്പടി. കയറ്റുമതി വർദ്ധിപ്പിക്കാനും ഉൽപാദന ശൃംഖലയിൽ മുൻനിരയിലെത്താനും ഇന്ത്യയ്ക്ക് ഈ കരാർ സഹായകമാകും. ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾക്കും സമുദ്രോൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ മാർക്കറ്റിൽ ഇളവ് കിട്ടും. ക്ഷീരരംഗത്ത് ഇന്ത്യയിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തുകളയില്ല. ന്യൂസ് ഡെസ്ക് ആകാശവാണി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ ലൂയിസ് സാൻഡ്രോസ് ഡാകോസ്റ്റയെയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയ്നെയും സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഈ രണ്ട് യൂറോപ്യൻ നേതാക്കൾ നടത്തുന്ന ചർച്ചകളോടെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമാകുമെന്ന് ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂടിക്കാഴ്ചയിൽ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും സഹകരണ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനും ധാരണയിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയ്ക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന് അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ അടിത്തറയായ ഇന്ത്യൻ ഭരണഘടനയുടെ മഹിമ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എടുത്തു പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ യുഎസ് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിംഗപ്പൂരിൽ ഇന്ന് നടന്ന 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ശിൽപക് അംബുലെ 1200-ലധികം വരുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹത്തോടൊപ്പം പങ്കെടുത്തു. ശ്രീലങ്കയിൽ കൊളംബോയിലെ ഇന്ത്യ ഹൌസിൽ ഹൈക്കമ്മീഷണർ സന്തോഷ് ഝാ ദേശീയ പതാക ഉയർത്തി.
ഉയർത്തി. കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ബംഗ്ലാദേശിലെ ധാക്കയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഇന്ന് നടന്ന ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം ആവേശത്തോടെയും ദേശസ്നേഹത്തോടെയും കൊണ്ടാടി. ചാൻസറി കെട്ടിടത്തിൽ നടന്ന ആഘോഷങ്ങളിൽ ഇന്ത്യൻ സമൂഹത്തിലെ വലിയൊരു വിഭാഗം അംഗങ്ങൾ പങ്കെടുത്തു. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മ ദേശീയ പതാക നിവർത്തി. റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അദ്ദേഹം വായിച്ചു. തുടർന്ന് ഇന്ത്യൻ സമൂഹത്തെ സ്വാഗതം ചെയ്യുകയും അവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ധാക്കയിലെ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാനങ്ങൾ ചടങ്ങിന് മോടികൂട്ടി. ഇന്ത്യ ലോകത്തെ ആദ്യത്തെ ജനങ്ങളുടെ റിപ്പബ്ലിക്കാണെന്നും അവിടെ ജനാധിപത്യം ജനങ്ങളുടേതും ജനങ്ങളാലും മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടിയും കൂടിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിനായി എഴുതിയ ലേഖനത്തിൽ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ അളക്കുന്നത് രാജ്യം ജനങ്ങളെ എത്രത്തോളം വിശ്വസ്തയോടെ സേവിക്കുന്നു എന്നതിലൂടെയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്യത്തെ പൌരന്മാർക്ക് ആശംസകളും നേർന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു. ഭരണഘടനാ മൂല്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുമായി ദൃഢനിശ്ചയം എടുക്കാൻ ആഭ്യന്തരമന്ത്രി പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 77ാം റിപ്പബ്ലിക് ദിന പരേഡിൽ കർത്തവ്യപഥിൽ അണിനിരന്ന അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ സൈനിക കരുത്ത് ലോകത്തിനു മുന്നിൽ വിളിച്ചോതി. പരേഡിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം, സൂര്യാസ്ത്ര മൾട്ടി കാലിബർ റോക്കറ്റ് ലോഞ്ചർ, അർജുൻ മെയിൻ ബാറ്റിൽ ടാങ്ക് എന്നിവ പ്രദർശിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിലൊന്നായ ബ്രഹ്മോസിന് മാക് 2.8 മുതൽ 3.0 വരെ വേഗതയുണ്ട്. ഇന്ത്യയുടെ സ്വന്തം ഹ്രസ്വ മധ്യദൂര സർഫേസ് ടു എയർ മിസൈൽ സംവിധാനമാണ് ആകാശ്. 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ അടക്കം 30 ടാബ്ലോകളാണ് അണിനിരന്നത്. 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും പ്രമേയമാക്കിയ നിശ്ചല ദൃശ്യമാണ് കേരളം അവതരിപ്പിച്ചത്. 2047ൽ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ വികസിത കേരളത്തിന് സുപ്രധാന പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പത്മ പുരസ്കാരത്തിലൂടെ മലയാളികൾ ദേശീയതലത്തിൽ ആദരിക്കപ്പെട്ടതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9 നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ഗവർണർ ദേശീയ പതാക നിവർത്തി. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു. പത്മവിഭൂഷൺ, പത്മശ്രീ പുരസ്കാരങ്ങൾക്ക് കേരളത്തിൽ നിന്ന് അർഹത നേടിയ ഓരോരുത്തരെയും പ്രത്യേകം പരാമർശിച്ച ശ്രീ ആർലേക്കർ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചതിൽ ചലച്ചിത്ര നടൻ മമ്മൂട്ടിയെയും വെള്ളാപ്പള്ളി നടേശനെയും അഭിനന്ദിച്ചു. I am very much pleased to say that our very own Shri V.S. Achyutanandan, who was earlier Chief Minister of our state and who has created a political legacy, not only political field but in the social field also, and he has been awarded the highest civil award, that is Padma Vibhushan. Shri K.T. Thomas has also been awarded Padma Vibhushan. Shri P. Narayanan, their contribution towards the society, particularly to the state of our Kerala, has been tremendous. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയവരും MLA-മാരും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യയെ നിലനിർത്തുന്ന ഘടകങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയുടെ ചൈതന്യം ചോർന്നുപോകാതെ കാത്തുസൂക്ഷിക്കുന്നതിനുമുള്ള സവിശേഷ സന്ദർഭമാണ് റിപ്പബ്ലിക് ദിനമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി KN ബാലഗോപാൽ ദേശീയ പതാക നിവർത്തി സല്യൂട്ട് സ്വീകരിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 വഡോദരയിലാണ് മത്സരം. തിരുവനന്തപുരം ആകാശവാണിയിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്റ്റേഷൻ മേധാവി AG ബൈജു ദേശീയ പതാക നിവർത്തി. വഴുതക്കാട് ആകാശവാണി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സ്ഥാപനത്തിലെ ജീവനക്കാർ പങ്കുചേർന്നു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുക. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഈ മാസം 29-ന് പാർലമെന്റിൽ സമർപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രാജ്യം. സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതിയ റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ശുഭാൻഷു ശുക്ലയ്ക്ക് അശോകചക്രം സമ്മാനിച്ചു. രാജ്യത്തിന്റെ സൈനിക കരുത്ത് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ച പരേഡിന് സാക്ഷിയായി കർത്തവ്യപഥിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും. അത്യാധുനിക ആയുധ സംവിധാനങ്ങളും ആകാശ്
വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനവും പ്രദർശിപ്പിച്ചു. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയ്ൻ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ഇരു നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ചർച്ചകളോടെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധങ്ങളിൽ പുതിയ അധ്യായത്തിന് തുടക്കമാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിലും അത്യുത്സാഹപൂർവ്വം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ വികസിത കേരളത്തിന് സുപ്രധാന പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തെ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 3 മണിക്ക്.